ഗുരുവായൂർ മണ്ഡലത്തിലെ കടപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഐസൊലേഷൻ വാർഡ് തുറക്കുന്നു. വാർഡിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കുമെന്ന് NK അക്ബർ MLA അറിയിച്ചു. ഓൺലൈൻ ചടങ്ങിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അധ്യക്ഷയാകും. MLA കിഫ്ബി ഫണ്ടുകൾ പ്രയോജനപ്പെടുത്തി 1.79 കോടി രൂപ വിനിയോഗിച്ചാണ് ഐസൊലേഷൻ വാർഡ് നിർമ്മിച്ചത്. 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡ് വരുന്നതോടെ അടിയന്തര ഘട്ടങ്ങളിൽ സാംക്രമിക രോഗങ്ങൾ പിടിപെടുന്നവരെ പെട്ടെന്ന് തന്നെ മാറ്റിപ്പാർപ്പിക്കാനും വിദഗ്ധ ചികിത്സ നൽകാനും കഴിയും. ഇതുവഴി പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്നത് ഗണ്യമായി കുറയ്ക്കാനും സാധിക്കും. NK അക്ബർ MLA ഐസൊലേഷൻ വാർഡിന്റെ ശിലാഫലകം അനാച്ഛാദനം ചെയ്യും. കോവിഡിന്റെ സാഹചര്യത്തിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഒരു ഐസൊലേഷൻ വാർഡ് എന്ന പദ്ധതി 2021-22 സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. 2400 ചതുരശ്രയടി വിസ്തൃതിയിലുള്ള ഐസൊലേഷൻ വാർഡിൽ എൻട്രൻസ് ലോബി, ഭിന്നശേഷിക്കാർക്കായി റാമ്പ്, ഡോക്ടേഴ്സ് റൂം, സപ്ലൈ സ്റ്റോർ, സ്റ്റാഫ് റൂം, ബഫർ സോൺ, എമർജൻസി പ്രൊസീജിയർ റൂം, ചേഞ്ചിങ് റൂം, നഴ്സസ് സ്റ്റേഷൻ, പേഷ്യന്റ് കെയർ സോൺ, സ്റ്റോർ റൂം, ശൗചാലയങ്ങൾ, മെഡിക്കൽ ഗ്യാസ് സ്റ്റോറേജ് ആൻഡ് കൺട്രോൾ റൂം എന്നീ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനാണ് പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത്. നിലവിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി രോഗികൾക്ക് ഫിസിയോതെറാപ്പിയും മറ്റും നടത്താനായാണ് ഐസൊലേഷൻ വാർഡ് ഉപയോഗിക്കുക എന്ന് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ആഷിദ, കടപ്പുറം CHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AM മർസൂഖ്, ഹെൽത്ത് ഇൻസ്പെക്ടർ സെബി വർഗീസ്, DMO പ്രതിനിധി ഡോക്ടർ നിർമ്മൽ എന്നിവർ പറഞ്ഞു. ആസ്തി ഫണ്ടും കിഫ്ബി ഫണ്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 1,79,00,000 രൂപ ചെലവഴിച്ചിട്ടാണ് ഐസൊലേഷൻ വാർഡ് നിർമ്മിച്ചിട്ടുള്ളത്. എൻട്രൻസ് ലോബി, വെയിറ്റിംഗ് ഏരിയ, റാമ്പ്, 10 കിടക്കകളുള്ള വാർഡ്, ഡോക്ടേഴ്സ് റൂം, സപ്ലൈ സ്റ്റോർ, സ്റ്റാഫ് റൂം, ബഫർ സോൺ, എമർജൻസി പ്രൊസീജിയർ റൂം, ചേഞ്ചിങ് റൂം, നഴ്സസ് സ്റ്റേഷൻ, പേഷ്യൻ്റ് കെയർ സോൺ, സ്റ്റോർ റൂം, ശുചിമുറികൾ, മെഡിക്കൽ ഗ്യാസ് സ്റ്റോറേജ് കൺട്രോൾ റൂം ഉൾപ്പെടെയുള്ളവ ഈ സംവിധാനത്തിൽ വിന്യസിച്ചിട്ടുണ്ട്.